വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണല്ലോ ഇത്. ഡോ 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 ഞാൻ ചെയ്യുന്ന ജോലി എന്തുവാണെന്ന് എനിക്കറിയാമോ? അത് കേട്ടാൽ താൻ ഞെട്ടിപ്പോവും. എന്തുവാ പറ, തൻ്റെ ജോലി എന്തുവാണെന്ന് പറ. ലുക്ക് മോനെ, ലുക്ക് വിവോ 98R കണ്ടോ? തൻ്റെ കയ്യിലുണ്ടോ? ഇതുപോലത്തെ ജോലിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിനേക്കാട്ടിലും താൻ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാട്ടിലും വരുമാനം എൻ്റെ അക്കൗണ്ട്. ഈ വിവോ 98Rനെ പറ്റി ഞാൻ എന്തൊരു ന്യൂസ് യൂട്യൂബിൽ കണ്ടായിരുന്നല്ലോ. എന്തുവായിരുന്നത് അത് അങ്ങനത്തെ ന്യൂസ് ഒന്നും വിവോയിലോട്ട് വന്നിട്ടില്ലല്ലോ. താൻ എന്തുവാ ഈ പറയുന്നത്? വേറെ ഏതെങ്കിലും കമ്പനിയുടെ ആയിരിക്കും. അങ്ങനത്തെ ന്യൂസൊക്കെ വിവോയിലോട്ട് വന്നിട്ടില്ലല്ലോ. എനിക്കിപ്പോഴാണ് കിട്ടിയത്. ഏതാണ്ട് പഴങ്കഞ്ചി 98R എന്ന് പറഞ്ഞ് സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാമെന്ന് പറഞ്ഞ് ഏതാണ്ട് കടലാസിൽ യൂട്യൂബെന്നും ഫേസ്ബുക്കെന്നും ഇൻസ്റ്റഗ്രാമെന്നും എഴുതി കൊടുക്കുന്നത്. എന്നിട്ട് തൻ്റെ കട അവർ വന്ന് അടിച്ചു പൊളിക്കുന്നത്. ഇതാണോടോ തൻ്റെ ജോലി? അത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. പെട്ട് നന്നായിട്ടൊന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ച്. ഈ കാര്യമൊക്കെ ന്യൂസിൽ ഇടേണ്ട വല്ല ആവശ്യമുണ്ടോ? തനിക്കിതൊക്കെ കാണേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? പൊളിഞ്ഞ് നാട്ടുകാരെല്ലാം അറിഞ്ഞ് ഏതാണ്ട് കടലാസിൽ യൂട്യൂബെന്നും ഫേസ്ബുക്കെന്നും എഴുതി കൊടുക്കുന്ന വെച്ചിട്ട് പോണോ വിവോ 98R. അണ്ണാ, ആ ചാവി ഒന്ന് തരാമോ? ഞാനിപ്പോൾ വരാം. നീ എങ്ങോട്ടാടാ ഈ പോകുന്നത്? അത് നമ്മുടെ കൊച്ചി വെയിറ്റ് ചെയ്യുക വെളിയിൽ, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതാണ്ട് ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട്. വാട്ടർ കളറിൻ്റെ അതേ കളറെടുത്ത് പൊടിച്ചിട്ട് അത് ഏതാണ്ട് പേപ്പറിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് പറയുക പെയിൻറ്റിങ് ആണെന്ന്. ഇവരെയൊക്കെ എന്തോ ചെയ്യാനാടേ? കൊതുകിനെ പിടിച്ചിട്ട് ചോര കുടിപ്പിച്ച് വീർപ്പിച്ചിട്ട് അത് പേപ്പറിൻ്റെ മേളിൽ അതിനെ വെച്ചിട്ട് ചുറ്റികയും വെച്ച് അടിച്ചിട്ട് അതിൻ്റെ മേളിൽ അക്കറിലേക്ക് അടിക്കുന്നതിന് പറയുക ചില്ലിങ് ഓൺ പെയിൻറ്റിങ് എന്ന്. ഇവൻ പിന്നെ അടുത്ത എന്തേണ്ട ജനലിൻ്റെ അവിടെ ഇരിക്കുന്നു. അത് പിന്നെ ഞങ്ങൾ ഈ പുറം ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ഫ്ലാറ്റിൻ്റെ അകത്ത് കൂടിഞ്ഞ് ഇരിക്കുന്നത് പോലെ ഒന്നുമല്ല, വെളിയിലോട്ട് നോക്കിയിരിക്കുന്നതാണ്. എടാ താണ്ട് ഈ എന്തേലും പറയുന്നതിന് മുമ്പേ എടാ ഞാൻ പറയുന്ന ഫുള്ള് കേക്ക്. ഈ പരകാശിനി എപ്പോഴും ജനലിൻ്റെ അങ്ങോട്ട് നോക്കിയിരിക്കുക. കാരണം എന്താ കാരണം? അപ്പുറത്തെ ഫ്ലാറ്റിൽ കുറച്ച് പെമ്പിള്ളാർ വന്നിട്ടുണ്ട്. അതിനാണ് ഇവൻ 24 മണിക്കൂറും അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്.